Hi friends, welcome back to my YouTube channel. എൻ്റെ പേര് സിമിയ. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് അവൽ വെച്ചിട്ടുള്ള ഒരു കിടിലൻ സ്നാക്കാണ്. ഇത് നമുക്ക് ഈസി ആയിട്ട് തന്നെ നല്ല ടേസ്റ്റിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് കേട്ടോ. കുട്ടികൾക്കും വലിയ ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് അവലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കനം കുറഞ്ഞ അവലാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. കട്ടിയുള്ള അവൽ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത് അതാണ്. നമുക്ക് വെള്ളത്തിൻ്റെ അംശം കുറച്ച് കിട്ടും. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല, കാരണം വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്നാക്ക് പൊട്ടിപ്പോകും. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് കുതിർത്തിയെടുക്കണം. അപ്പോൾ ഏകദേശം ഈ കട്ടി കുറഞ്ഞതായതുകൊണ്ട് തന്നെ ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് കുതിർന്ന് കിട്ടും കേട്ടോ. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അതിൽ വെള്ളമൊക്കെ പിഴിഞ്ഞെടുക്കണം. കാരണം വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ ഈ സ്നാക്ക് പൊട്ടി പോകും കേട്ടോ. അതുകൊണ്ടാണ് വെള്ളം കളഞ്ഞെടുക്കണം എന്ന് പറയുന്നത്. ഇനി ഇതൊരു ബൗളിലേക്ക് നമുക്ക് ഈ ഒരു അവൽ കുതിർത്തിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് 1 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചിട്ട് ഉടച്ചെടുത്തേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇതിലോട്ട് കുറച്ച് നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ പച്ചമുളക് കുറച്ചിട്ട് മുളക് പൊടി കൂടുതൽ ചേർക്കാം കേട്ടോ. കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം നമുക്ക്. അതുപോലെ തന്നെ 1 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടി ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി. അപ്പോൾ പച്ചമുളക് ചേർക്കാൻ അനുസരിച്ചിട്ട് വേണം മുളക് പൊടി ചേർക്കാനായിട്ട്. കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ മല്ലിയില ഉണ്ടെങ്കിൽ അതും ചേർക്കാം. പിന്നെ ഒരു 1/2 സ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടെയും ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എരിവും പുളിയും എല്ലാം എല്ലാ ഭാഗത്തും എത്താൻ പാകത്തിന് നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു അവലിലുള്ള വെള്ളത്തിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ കടലപ്പൊടി ചേർക്കുന്നത്. ഉരുളക്കിഴങ്ങിലും അവലിലും വെള്ളം കുറവാണെങ്കിൽ അപ്പോൾ അതനുസരിച്ചിട്ട് കടലപ്പൊടി കുറച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരുവിധമൊക്കെ നമുക്ക് കട്ടിയില്ലാന്ന് തോന്നുന്നുണ്ടെങ്കിലും നമുക്ക് സ്നാക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. നല്ല ബലത്തിലൊന്നും നമുക്ക് ഉരുട്ടണ സമയത്ത് കിട്ടണമെന്നില്ല. നമുക്ക് സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ ഒരു ഉരുട്ടിയെടുക്കാനുള്ള പാകത്തിന് നമുക്ക് കടലപ്പൊടി ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവിയിട്ട് ഉരുട്ടുവാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും കയ്യിൽ നിന്നൊക്കെ വിട്ട് വരാനായിട്ട്. പച്ചവെള്ളം നമ്മൾ എടുക്കരുത്, നമ്മുടെ സ്നാക്ക് പൊട്ടിപ്പോകും. ഇനി നമുക്ക് കുറേശ്ശെ എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഷേപ്പുകൾ ഉണ്ടാക്കാം. റൗണ്ട് ഷേപ്പിൽ തയ്യാറാക്കാം, അതുപോലെ തന്നെ നീളത്തിലും ഒക്കെ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നീളത്തിലാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു 3-4 നമ്മൾ ഇങ്ങനെ ഷേപ്പാക്കി എടുക്കുക, എന്നിട്ടത് ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റുക. അത് ഫ്രൈ ചെയ്ത് ആവണ സമയം കൊണ്ട് നമുക്കിത് പിന്നെയും ബാക്കിയുള്ളത് ഉരുട്ടിയെടുക്കാം കേട്ടോ. കാരണം ഇത് ഫ്രൈ ആയി വരാൻ കുറച്ച് ടൈം എടുക്കും, കാരണം ഇതിൻ്റെ അകമൊക്കെ നന്നായിട്ട് കുക്കാവാനായിട്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് ഞാൻ ഉണ്ടാക്കിയ സമയത്ത് കുറച്ച് കട്ടി കൂടുതലായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് കുക്കിംഗ് ടൈം കുറച്ച് അധികമായിട്ട് നമുക്ക് എടുത്തു. നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് വളരെ നൈസായിട്ട് ഇത് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുമോ അത്രയും നല്ലത്, പെട്ടെന്ന് കുക്കായി വരാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഓയിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. കാരണം ഇതിൻ്റെ അകമൊക്കെ നന്നായിട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ട്. പുറം നമുക്ക് പെട്ടെന്ന് തന്നെ ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ അകം നന്നായിട്ട് വേവണമെങ്കിൽ കുറച്ച് ടൈം എടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് വേവണ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളത് ഷേപ്പാക്കി എടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു വശം മൊരിഞ്ഞ് കഴിയുമ്പോൾ തന്നെ തിരിച്ചിടണം, അല്ലെങ്കിൽ മുകൾ ഭാഗം പൊട്ടിപ്പോകും കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ഒരു ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റിയ സ്നാക്കാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വ്യത്യസ്ത വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.